സ്റ്റണ്ടായിട്ടല്ല, ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചിട്ടുണ്ട് ആളുകൾ. എന്നിട്ട് ഏതോ തക്കതായ നൈമിഷികമായ വികാരത്തിന് എതിരെ വോട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നല്ലാതെ നന്ദികേടല്ല, നല്ല അനുകൂലമാണോ? ക്ഷേമപ്രവർത്തനം, റോഡ്, പാലം, വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം കഴിഞ്ഞ കൊറോണ സമയത്ത് ഈ കിറ്റ് കൊണ്ട് കൊടുത്തായിരുന്നു. ആ കിറ്റ് കണ്ടുകൊണ്ട് കുറെ ആൾക്കാർ വോട്ട് കൂത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നു മാണി, എപ്പോഴും ആൾക്കാർ ഈ കിറ്റ് കൊണ്ട് ചെല്ലുമ്പോഴാണ് അങ്ങ് വീഴുമെന്ന് അങ്ങ് കരുതിപ്പോയോ? ഒരു കാര്യം എനിക്ക് ജനങ്ങളോട് പറയാനുള്ളൂ. ഇപ്പം തന്നെ ഈ പെറ്റകടയൊക്കെ വായിന്ന് തന്നെ ഛർദ്ദിച്ച് കാര്യം മനസ്സിലായല്ലോ എന്താണെന്ന്. ഇനിയെങ്കിലും ബുദ്ധിപൂർവ്വം വോട്ട് ചെയ്താൽ നിങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ജീവിച്ചു പോവാം. ഉള്ള കാര്യം ഞാൻ തുറന്ന് പറയാം. നമ്മുടെ പൈസയിൽ നിന്ന് എല്ലാം കട്ടുമുടിച്ച് എടുത്തിട്ട് അതിൽ നിന്ന് ഒരു കുറച്ച് പൈസ എടുത്തിട്ട് പെൻഷൻ അത് ഇതൊന്നും പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ തന്നെ തരും. അതുകൊണ്ടാണ് ആ നാറി, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, നാറിയെങ്കിൽ നാറി, ഈ തോന്നിവാസം പറയുന്നത്. ഇതുപോലുള്ളവരെ ഒന്നും വെച്ച് ഉറപ്പിക്കരുത്. ഇയാൾ അടുത്ത വട്ടം എവിടെ ഇലക്ഷന് നിൽക്കുന്നുണ്ടോ അറിഞ്ഞങ്ങ് പെരുമാറിക്കണം. മനസ്സിലായല്ലോ? പാർട്ടി നോക്കരുത് അവിടെ. ഇതുപോലുള്ള വിഷവിത്തുകൾ ഉണ്ടെങ്കിൽ നാട് മുടിയും. അതുകൊണ്ട് വോട്ട് കൊടുക്കരുത്.